നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡു വൈൽ ലൂപ്പിനെ പറ്റിയാണ്. ഇതിനു മുമ്പ് ഞാൻ വൈൽ ലൂപ്പിന്റെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു എപ്പിസോഡിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പത്തെ എല്ലാ വീഡിയോയും കണ്ടിരുന്നാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ വീഡിയോകളുടെ എല്ലാം അടങ്ങുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർഡിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ ലഭിക്കുന്നതാണ്, നിങ്ങൾക്കത് കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ അവസാനം ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് 1 മുതൽ n വരെയുള്ള 5, 10, 15 ആ ഒരു രീതിയിൽ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോഗ്രാമാണ് ഇപ്പൊ നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഡു വൈൽ ലൂപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോയി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഡു വൈൽ ലൂപ്പിനെ പറ്റിയാണ്. അപ്പം ഡു വൈൽ ലൂപ്പിലേക്ക് നമ്മളതൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ ഫസ്റ്റ് ചെക്ക് ചെയ്യും, പിന്നെ അകത്ത് ലൂപ്പിന്റെ കാര്യങ്ങളിലേക്ക്. ഡു വൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് വർക്ക് ചെയ്യും, അതിനുശേഷം ചെക്ക് ചെയ്യും, അതിനുശേഷം വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ബോഡിയിൽ ആദ്യം ഒന്ന് വരും, അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും, പിന്നെ ബോഡിയിൽ വരണോ വേണ്ടയോ എന്ന ആ കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. അതായത് എന്ത് കണ്ടീഷൻ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒരു തവണ ആ കണ്ടീഷന്റെ അകത്തേക്ക് വരും. അതായത് അതൊരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അത് നമുക്കത് പിന്നെ പറയാം. ഏതായാലും നമുക്ക് ഡു വൈലിലേക്ക് ഇനി എങ്ങനെ ആക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ നമ്മൾ ഇവിടാണ് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ മാറ്റം വരുത്തണം. നമ്മൾ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടീഷൻ അല്ല ഡു എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡു. അപ്പോൾ ഡു കൊടുത്തു. അതിനുശേഷം ബോഡി ഓഫ് ദ ലൂപ്പ്. ഇനിഷ്യലൈസേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലൂപ്പിനും ഉള്ളതുപോലെ എല്ലാ ലൂപ്പിനും ഇനിഷ്യലൈസേഷൻ, പിന്നെ കണ്ടീഷൻ, അതിനുശേഷം ബോഡി ഓഫ് ദ ലൂപ്പ്, അതിനുശേഷം എന്താണെന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. എന്നാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യം ഡു കൊടുത്തു. ഡു കൊടുത്തതിന് ശേഷം നമ്മുടെ കണ്ടീഷൻ അത് നമ്മൾ താഴത്ത് കൊടുക്കണം. വൈൽ ഇവിടെ കൊടുക്കണം. ഇപ്പം ഇവിടുത്തെ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നായിരുന്നു നമ്മുടെ കണ്ടീഷൻ. ആ കണ്ടീഷൻ നമ്മൾ താഴത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ആ ഒരു ലൂപ്പിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഇല്ല. ഇവിടെ വൈൽ കഴിഞ്ഞ ഒരു സെമിക്കോളൻ കൂടി നമ്മൾ ഇടേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, ഒന്ന് i, ഒന്ന് n. ക്ലിയർ സ്ക്രീൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലിമിറ്റ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ലിമിറ്റ് എൻ്റർ ചെയ്യും. ഇതിന് മുമ്പത്തെ എപ്പിസോഡിനെ വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ആ എപ്പിസോഡ് നിങ്ങൾ ഒരു കാരണവശാലും കാണുവാൻ മറക്കരുത്. അപ്പോൾ അതിനുശേഷം ഞാൻ യൂസറിൽ നിന്നും ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നു. ഇതിന് ശേഷമാണ് നമ്മൾ ലൂപ്പിന്റെ ഏരിയയിലേക്ക് കിടക്കുന്നത്. ഇനിഷ്യലൈസേഷൻ i ഈക്വൽ ടു 5, അതാണ് നമ്മുടെ ഇനിഷ്യലൈസേഷൻ. അതിനുശേഷം നമ്മൾ ഡു വൈൽ ലൂപ്പിന്റെ ഡു എന്ന് പറഞ്ഞ ഒരു കീവേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ക്ലോസ് കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് ബോഡി ഓഫ് ദ ലൂപ്പ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് i പ്രിന്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം i 5 വെച്ച് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ i 5 വെച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി. അവസാനമാണ് ഇവിടെ കണ്ടീഷൻ കൊടുക്കുക. വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ 20 അടിക്കുകയാണ്. 20 അടിക്കുമ്പോൾ 5, 10, 15, 20 എന്നുള്ള വാല്യൂകൾ നമുക്ക് പ്രിന്റ് ആയി. അപ്പം ഇനി എന്താണ് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പം ഏതായാലും നമുക്ക് ആ സംശയം ഒന്ന് നികത്തിക്കളയാം. നമ്മൾ നേരത്തെ 5ന് താഴെയുള്ളൊരു വാല്യൂ എൻ്റർ ചെയ്തപ്പോഴേക്കും വൈൽ ലൂപ്പിലാണെങ്കിൽ നമുക്കൊന്നും പ്രിന്റ് ചെയ്യാതെ നേരെ ഗെറ്റ് CH അങ്ങോട്ടാണ് പോയത്. അപ്പൊ ഇവിടെ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. കൺട്രോൾ 9 നമ്മൾ റൺ ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ എൻ്റർ ചെയ്യുന്ന 2 ആണ്. 2 എൻ്റർ ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് സംഖ്യയായ 5 ഇവിടെ പ്രിന്റ് ചെയ്തു. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫസ്റ്റ് സംഖ്യയായ 5 പ്രിന്റ് ചെയ്തു. അപ്പൊ ഞാനിവിടെ 4 എൻ്റർ ചെയ്താലും എനിക്ക് അവിടെ 5 പ്രിന്റ് ചെയ്യും. ഇവിടെ ഞാൻ 10 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 10ഉം പ്രിന്റ് ചെയ്യും. അപ്പം ഈ കണ്ടീഷൻ അവസാനമാണ് ചെക്ക് ചെയ്യുന്നത്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എക്സിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അവിടെയാണ് കൺട്രോൾ വരുന്നത്. ഈ i എന്ന് പറഞ്ഞ വേരിയബിൾ അതിലും താഴെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന n എന്ന് പറഞ്ഞ വേരിയബിൾ i ലും താഴത്താണെങ്കിൽ കണ്ടീഷൻ ശരിക്കും തെറ്റാണ്.
കണ്ടീഷൻ തെറ്റാണെങ്കിലും ഒരു തവണ ലൂപ്പിന്റെ അകത്ത് വരും എന്നുള്ളതാണ് ഡു വൈൽ ലൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസും എന്താണ് ഡു വൈൽ ലൂപ്പ് എന്നും മനസ്സിലായാൻ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. 1 മുതൽ n വരെയുള്ള എല്ലാ നമ്പറും പ്രിന്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഐയുടെ ഇനിഷ്യലൈസേഷൻ വാല്യൂ 1 കൊടുക്കുന്നു. നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് 1 വെച്ചാണ്. അപ്പൊ നമ്മൾ i = i+1 എന്ന് കൊടുക്കുക. അല്ലെ ഇതിന് ഈ സിമിലർ ആണ് i++ എന്ന് കൊടുക്കുന്നത്. i++ i 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം നമ്മൾ 1 മുതൽ n വരെയുള്ള എല്ലാ സംഖ്യകളും ഇനി ഒന്ന് പ്രിന്റ് ചെയ്യാൻ പോവാണ്. Ctrl F9 കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ n ആയിട്ടൊരു 20 കൊടുക്കുവാണെങ്കിൽ 1 മുതൽ 20 വരെയുള്ള എല്ലാ സംഖ്യകളും ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതും നേരത്തെ നമ്മൾ വൈൽ ലൂപ്പിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പ്രിന്റ് ഫംഗ്ഷൻ തന്നെ വേണമെന്നില്ല. നമുക്ക് അതിനു പകരം ഒരു എന്തെങ്കിലും ഒരു കാൽക്കുലേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൂപ്പോ അല്ലെങ്കിൽ ഒരു ഇഫ് കണ്ടീഷനോ അങ്ങനെ എന്തുമാവാം ബോഡി ഓഫ് ദ ലൂപ്പിന്റെ അകത്ത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ലൂപ്പിനെ പറ്റി ഉള്ള വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഡു വൈൽ ലൂപ്പിനെ പറ്റിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ പ്രോഗ്രാമിംഗ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ഇലക്ട്രോണിക്സിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓർഡിനോ എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളറിനെ പറ്റി, അതിൽ പ്രോഗ്രാം ചെയ്യാവുന്ന ഒരു മൈക്രോ കൺട്രോളറാണ് ഈ ഓർഡിനോ എന്ന് പറയുന്നത്. പ്രോഗ്രാമിങ്ങിനും ഇലക്ട്രോണിക്സിനും താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഓർഡിനോ എന്ന് പറയുന്നത്. അപ്പം ഓർഡിനോയുടെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് IC-യിലൊക്കെ പ്രോഗ്രാം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ട്യൂട്ടോറിയൽ ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ ആ വീഡിയോകളുടെ എല്ലാം പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർഡിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ല എപ്പിസോഡുകളുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.